അഭിഷേകം ലഭിക്കാൻ ദൈവം നമ്മളെ ഒരുപാട് പരിശീലനത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് അഭിഷേകം തരുന്നു. ദാവീദ് രാജാവിനൊക്കെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദൈവം പലരെയും പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു. നമുക്ക് എന്നെ വിളിക്കുക എന്ന് നമുക്ക് എന്നെ വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല. കർത്താവേ, അവസാനത്തെ ഒരാളായിട്ടെങ്കിലും എന്നെ കൂട്ടണേ. കർത്താവേ, നിന്റെ മുഖത്തിലേക്ക് നോക്കുന്ന മനുഷ്യന്മാരുടെ ആ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവസാനത്തെ ആളായിട്ടെങ്കിലും എന്നെ കൂട്ടണേ എന്നുള്ള എളിമയോടെ നിൽക്കുന്ന ഒരുത്തനെ ദൈവം കാണുകയാണ്. എന്നിട്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഏറ്റവും പുറകിൽ നിൽക്കുന്നവനെ വിളിക്കുവാണ്. എന്നിട്ട് അവൻ അഭിഷേകം കൊടുക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ അടുത്തേക്ക് വിളിച്ചു എന്നാണ്. അത് ലോകത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടല്ല. എനിക്ക് ഇഷ്ടമുള്ളവർ, അത് ദൈവമാണ് നമുക്ക് അഭിഷേകം തരുന്നത്. ഈ അഭിഷേകം ആരിലേക്കാണ് വരുന്നത്? മൺപാത്രത്തിലെ നിധിയാണ്. നിധി എന്ന് പറയുന്ന അഭിഷേകം ബലഹീനരായ, കുറവുകളുള്ള മനുഷ്യ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അഭിഷേകത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. ആ അഭിഷേകം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും എല്ലാ കാലത്തും ഉണ്ട്. ദൈവം ഒരിക്കൽ കത്തിച്ച തീ പിന്നെ പൂർണ്ണമായിട്ടും കെടുത്തില്ല, അത് സത്യമാണ്. പക്ഷേ സോളമനും ദാവീദിനും എല്ലാ സാംസണും ഒക്കെ പറ്റിയ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറ്റാം. ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ട് ഈ അഭിഷേകത്തിനേക്കാളും മൂല്യം അതാണെന്ന് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ ഈ അഭിഷേകത്തിന് 2ാം സ്ഥാനം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ മാലാഖയെന്ന് അതുവരെ ലോകം വിളിച്ച നിങ്ങളുടെ പതനം നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ കാണും. സോ നിങ്ങൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം നിങ്ങളുടെ വീടിനേക്കാളും നിങ്ങളുടെ സമ്പത്തിനേക്കാളും നിങ്ങൾക്കുള്ള എല്ലാത്തിനേക്കാളും ഉപരിയാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് അഭിഷേകത്തിന് പകരം വയ്ക്കാൻ നിങ്ങളുടെ ജീവൻ പോലും ഇനഫല്ല. സോ അതുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ മാനിക്കുക, അതിനോടുള്ള വിശ്വസ്തത എല്ലാ കാലത്തും പുലർത്താൻ ശ്രമിക്കുക. ലോകത്തിലെ എന്ത് നിങ്ങളെ ആകർഷിച്ചാലും അഭിഷേകം നഷ്ടപ്പെട്ടാൽ, ഒരിക്കലും അഭിഷേകം കിട്ടിയിട്ട് പിന്നെ അത് നഷ്ടപ്പെട്ടാൽ സാംസന്റെ ഗതി പോലെയാവും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ലോകത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യനായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ ജനത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ഒരു മോശയെ പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവാകുന്നു വേണ്ട. പക്ഷെ നമ്മുടെ ഈ ആളുകൾ കൂട്ടത്തിനിടയിൽ സാധാരണമായിട്ടൊരു ജീവിതം ജീവിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും തൊടില്ല. ആ ഒരു അനുഭവം, ആ സംരക്ഷണമൊക്കെ നഷ്ടപ്പെടാൻ പാടില്ല. സോ അഭിഷേകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ ഒരാളാകണം എന്ന് തന്നെ ആയിരിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം നിങ്ങൾക്ക് തരുന്ന കൃപകൾ, സംരക്ഷണം, ആ ഒരു പ്രിവിലേജ് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അഭിഷേകത്തിന് 1ാം സ്ഥാനം കൊടുക്കുക. എപ്പോഴും ഓർക്കുക, പിശാചിന് മാലാഖയാകാൻ ഒരുപാട് സമയമെടുക്കും, പക്ഷേ മാലാഖയ്ക്ക് പിശാചാകാൻ അധികം ദൂരമില്ല.